നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ 2022 സെറ്റ് മാത്തമാറ്റിക്സിൽ ലീനിയർ ആൾജിബ്ര സെക്ഷനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് 1 1 -3 -1 4 -2 6 8 15 13 9 21. ഓപ്ഷൻസ് ആർ 1 2 3 4. അപ്പോൾ നമുക്കൊരു 3/4 മെട്രിക്സ് തന്നേക്കാണ്. 3/4 മെട്രിക്സ് തന്നേക്കാണ്. 3 റോസ് ഉണ്ട്, 4 കോളംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മെട്രിക്സിന്റെ റാങ്ക് കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റാങ്ക് കാണാൻ പഠിച്ചിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യണം? റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റണം. എന്നിട്ട് നമ്മുടെ റെഡ്യൂസ്ഡ് ഫോമിൽ കിട്ടുന്ന മെട്രിക്സിൽ എത്ര നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. അതിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. എടുത്ത് എഴുതാം. 1 1 -3 -1 then 4 -2 6 8 15 -3 9 21 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ പല ഓപ്പറേഷൻസ് കൊടുത്ത് റോ ഓപ്പറേഷൻസ് കൊടുത്തിട്ട് റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. 1ന് താഴത്തേക്കെല്ലാം നമുക്കിനി 0 ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഈ 4നെ 0 ആക്കി മാറ്റണം, 15നെയും 0 ആക്കി മാറ്റണം. ആദ്യം 4നെ 0 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ R2 ഇംപ്ലൈസ് R2 - 4R1 ആണ്. ഇനി 15നെ 0 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓപ്പറേഷൻ R3 ഇംപ്ലൈസ് R3 - 15R1 ആണ്. ഓക്കെ, ഈ ഓപ്പറേഷൻ കൊടുത്തിട്ട് മെട്രിക്സിനെ മാറ്റി എഴുതുക. 1 1 -3 -1. നമ്മുടെ ഈ മെട്രിക്സ് പഴയതുപോലെ തന്നെ വരും. ഇനി 4 എന്നുള്ള എലമെന്റ് 0 ആയി മാറും. -2 നമ്മൾ ഓപ്പറേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ -2 -4 എന്ന് വരും, അതായത് -6. അടുത്തത് 6 -4 × -3, അപ്പം +12 വരും. 6 + 12 18 വരും. നെക്സ്റ്റ് 8 -1 8 -4 × -1, ദാറ്റ് ഈസ് 8 + 4 വരും, വീണ്ടും 12 വരും. ഓക്കെ, ഇനി R3 എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് കൊടുക്കുമ്പോൾ 15 -15 വരും, അതായത് 0 വരും. ഇവിടെ -3 -15 വരും, അത് -18. ദെൻ 9 -15 × -3, അപ്പം 9 -15 × 3 എന്ന് വരും, അപ്പോൾ 45. അപ്പം 9 + 45 54 വരും. നെക്സ്റ്റ് 21 -15 × -1 വരും, അതായത് 21 + 15 വരും, അതായത് 36 വരും. ഓക്കെ, പുതിയ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്, അതിന് താഴത്തേക്കെല്ലാം 0 ആക്കി. സെക്കൻഡ് റോയും തേർഡ് റോയും നോക്കിയാൽ നോക്കി -6 18 12 -18 ഇവിടെ 0 54 36. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു റിലേഷൻ കാണാൻ പറ്റുന്നുണ്ടോ നോക്കി. ഈ റോയുടെ 3 ടൈംസ് ആണ് ഇവിടെ, അല്ലേ? അപ്പോൾ നമ്മൾ R3യെ ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് വരും 1 1 -3 -1 0 -6 18 12. ഇവിടെ മൊത്തത്തിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 0, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -6, 54നെ ഡിവൈഡ് ചെയ്താൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18, ദെൻ 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12. ഓക്കെ, അപ്പോൾ സെയിം റോ റിപ്പീറ്റ് ചെയ്ത് വന്നു, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ റോസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും റോ ഓപ്പറേഷൻസ് ചെയ്ത സമയം കാണുന്നില്ല. നമ്മൾ ഒരു R3 - R2 എന്നൊരു ഓപ്പറേഷൻ കൊടുത്താൽ ഒരു റോ 0 ആയി പൊക്കോളും. അപ്പം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസിന്റെ എണ്ണം വന്നത് 2 ആയിരിക്കും മാറും. അതായത് ഒരു റോ ഫുള്ളായിട്ട് 0 ആയിട്ട് പൊക്കോളും. ബാക്കി വരുന്ന ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് എന്ന് പറഞ്ഞത് 2 എന്നായിരിക്കും. അല്ലെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറഞ്ഞത് 2 ആയിരിക്കും. അപ്പം റാങ്ക് എന്ന് പറഞ്ഞത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം, 2 ആണ് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പും എഴുതേണ്ട കാര്യമില്ല. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ 2 ടൈംസോ 3 ടൈംസ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ, മൾട്ടിപ്പിൾസ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റുന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ റാങ്ക് 2 എന്ന്
ആൻസറിലേക്ക് എഴുതാൻ പറ്റും, ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ 2 ആണ്, അതായത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് ലാംഡ ആൻഡ് മ്യൂ വിൽ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 6, എക്സ് പ്ലസ് 2y പ്ലസ് 3z ഈക്വൽ ടു 10, എക്സ് പ്ലസ് 2y പ്ലസ് ലാംഡ ഇസഡ് ഈക്വൽ ടു മ്യൂ ഹാവ് നോ സൊല്യൂഷൻ. തന്നിരിക്കുന്ന സിസ്റ്റം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നോ സൊല്യൂഷൻ ആൻസർ കിട്ടണം. അതിന് ഭാഗത്തിന് ഈ ലാംഡയുടെയും മ്യൂവിൻ്റെയും വാല്യൂ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന സിസ്റ്റത്തെ ആദ്യം നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. ഇനി നോ സൊല്യൂഷൻ ആണ് വരുന്നതെങ്കിൽ എന്ത് വേണം? റാങ്ക് ഓഫ് എ ബൈ ബി ഇത് എഴുതുമ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബൈ ബിയും കണ്ടുപിടിച്ചിട്ട് റാങ്ക് ഓഫ് എ ബൈ ബി ഈസ് ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ ആണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? നോ സൊല്യൂഷൻ ഉള്ള കേസ് വരുള്ളൂ അല്ലേ? നോ സൊല്യൂഷൻ ഉള്ള കേസ് വരണമെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആവണം. ഇൻകൺസിസ്റ്റന്റ് ആവണമെങ്കിൽ റാങ്ക് ഓഫ് എ ബൈ ബി ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിൽ നിന്നും മെട്രിക്സ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, സോ സൊല്യൂഷൻ മെട്രിക്സ് എ ഈക്വൽ ടു 1 1 1, then 1 2 3, then 1 2 ലാംഡ. ഇതായിരിക്കും മെട്രിക്സ് എ എന്ന് പറയുന്നത്. ഇനി ബി എന്തായിരിക്കും? റൈറ്റ് സൈഡിലെ വാല്യൂസ് കോൺസ്റ്റന്റ് വാല്യൂസ് 6 10 മ്യൂ. ഇതാണ് ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ അൺനോൺ വേരിയബിൾസ് എക്സ് വൈ ഇസഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്തിട്ട് ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യണം. അതായത് എയുടെ റൈറ്റ് സൈഡിലേക്ക് ബിയും കൂടെ അറ്റാച്ച് ചെയ്ത് എഴുതുക. എ ഓഗ്മെന്റഡ് അല്ലെങ്കിൽ എ റെസ്ട്രിക്റ്റഡ് ടു ബി അല്ലെങ്കിൽ എ ബൈ ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 1 1 1 2 3 1 2 ലാംഡ. റൈറ്റ് സൈഡിൽ ഈ ബി വാല്യൂസ് എഴുതുക, അതായത് 6 10 മ്യൂ. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ എ ബൈ ബി കിട്ടി. ഇനി എന്ത് ചെയ്യണം? എ ബൈ ബിയെ നമ്മൾ റോ ഓപ്പറേഷൻസ് കൊടുത്തിട്ട് റോ റെഡ്യൂസ്ഡ് ഫോമിലാക്കുക. എന്നിട്ട് അതിൽ നിന്ന് റാങ്ക് കാണണം. ആദ്യം റാങ്ക് കണ്ടിട്ട് അതിൻ്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് ആണ് വാല്യൂ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. 1ന് താഴത്തേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? 0 ആക്കി മാറ്റണം. അതിന് വേണ്ടി കൊടുക്കുന്ന റോ ഓപ്പറേഷൻസ് നോക്കാം. ഇത് 1 ആണ്. അപ്പോൾ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? R2 ഇംപ്ലൈസ് R2 ഇംപ്ലൈസ് R2 മൈനസ് R1. അതുപോലെ R3 ഇംപ്ലൈസ് R3 മൈനസ് R1. ഇത് രണ്ടും ചെയ്താൽ നമുക്കത് 0 ആക്കി മാറ്റാം. 1 1 1 6. ഇപ്പോൾ സബ്ട്രാക്ട് ചെയ്താൽ 1 മൈനസ് 1 0, 2 മൈനസ് 1 1, 3 മൈനസ് 1 2, 10 മൈനസ് 6 4. ഇനി R3 മൈനസ് R1 ആവുന്നതന്നെ R3 മൈനസ് R1 വെച്ച് വേണം ഓപ്പറേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് അങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 മൈനസ് 1 0, 2 മൈനസ് 1 1, ഇവിടെ എന്ത് വരും? ലാംഡ മൈനസ് 1 മ്യൂ മൈനസ് 6 ഇത്രയും കിട്ടി. ഓക്കെ, ഇനി അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് കിട്ടി, ഇവിടെ ഉണ്ട്. താഴത്തേക്ക് 0 ആയി. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1ന് താഴത്തേക്ക് നമ്മൾ 0 ആക്കി മാറ്റണം. അതായത് ഈ 1നെ നമ്മൾ 0 ആക്കി മാറ്റണം. ആ ഓപ്പറേഷൻ ഇവിടെ എഴുതാണ്. R3 ഇംപ്ലൈസ് R3 മൈനസ് R2. ഇത് എഴുതാൻ മതിയല്ലോ, 0 ആക്കി മാറ്റാം. അപ്പോൾ 1 1 1 6, then 0 1 2 4. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 മൈനസ് 0 0, 1 മൈനസ് 1 0. ഇവിടെ നോക്കിയാൽ R3 മൈനസ് R2. അപ്പോൾ ലാംഡ മൈനസ് 1 മൈനസ് 2 എന്ന് വരും. അതായത് ലാംഡ മൈനസ് 3 എന്ന് വരും. ദെൻ ഇവിടെ മ്യൂ മൈനസ് 6 മൈനസ് 4, അതായത് മ്യൂ മൈനസ് 10 എന്നും വരും. ഓക്കെ, നമ്മുടെ എ ബൈ ബി എടുത്തെഴുതാണ്. 1 1 1 6 0 1 2 4 0 0 ലാംഡ മൈനസ് 3 മ്യൂ മൈനസ് 10. നമ്മൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബൈ ബി നമുക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞത് ഇവിടം വരെയുള്ളത് നോക്കാം.
റാങ്ക് ഓഫ് എ ബൈ ബി എന്ന് പറയുന്നത് ഇവിടെ മൊത്തം എടുക്കണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോ സൊല്യൂഷൻ ആണ് കണ്ടീഷൻ പറഞ്ഞത്. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകൺസിസ്റ്റന്റ് ആണ് അർത്ഥം അല്ലെ. ഇൻകൺസിസ്റ്റൻസി ആണ് പറയണത്. ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ എന്ത് വേണം കണ്ടീഷൻ? റാങ്ക് ഓഫ് എ ബൈ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിലാണ് കൺസിസ്റ്റന്റ് ആവുന്നത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കാം. റാങ്ക് ഓഫ് എ ബൈ ബി ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ ആണെങ്കിലാണ് സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ റാങ്ക് ഓഫ് എ ബൈ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ ആകണം. എന്നാൽ മാത്രമേ നോ സൊല്യൂഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പൊ ഇവിടെ ഇന്ന് നോക്കാം. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് λ-3 0 ആണെങ്കിൽ, ഓക്കെ, λ-3 0 ആണെങ്കിൽ റാങ്ക് എത്ര വരും? ഇവിടെ 2 വരും. അതായത് ഇവിടെ 0 ആയി പോയി കഴിഞ്ഞാൽ 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഇവിടെ കിട്ടുള്ളൂ. ഓക്കെ, 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഇവിടെ ഉണ്ടാവുള്ളൂ λ-3 0 ആണെങ്കിൽ. ഇഫ് λ-3 ഈക്വൽ ടു 0. ഇനി റാങ്ക് ഓഫ് എ ബൈ ബിയുടെ വാല്യൂ നമുക്ക് ഗ്രേറ്റർ ആണ് കിട്ടേണ്ടത്. ഇത് ഗ്രേറ്റർ ആയിട്ട് കിട്ടണം. ഇത് ഗ്രേറ്റർ ആയിട്ട് കിട്ടണമെങ്കിൽ λ-3 0 ആവും. ഇത് 0 അല്ലാതിരിക്കുകയും ചെയ്യണം അല്ലെ. ഇതും 0 ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടും 2 ആയിട്ട് മാറും. റാങ്ക് രണ്ടിന്റെയും 2 ആയിട്ട് മാറും. അപ്പൊ μ-10 എന്താവരുത്? 3. റാങ്ക് ഓഫ് എ ബൈ ബി നിന്ന് 3 ആകണമെങ്കിൽ ഇഫ് എന്ത് സാധിക്കണം? μ-10 എന്ന് പറയുന്നത് 0 ആകരുത്. λ-3 0 ആയാലും μ-10 എന്ന് പറഞ്ഞാൽ എന്താവരുത്? 0 ആവരുത്. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ നോക്കിയാൽ റാങ്ക് ഓഫ് എ ബൈ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ ആണ്. എപ്പോഴാ? λ-3 0 ആവുകയും μ-10 0 അല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. മനസ്സിലായോ? അപ്പൊ λ-3 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാംഡയുടെ വാല്യൂ 3യും മ്യൂവിന്റെ വാല്യൂ μ-10 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതിനെ റൈറ്റിലേക്ക് എടുത്താൽ മ്യൂവിന്റെ വാല്യൂ എന്ത് വരും? മ്യൂവിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 10 ആവണം. അപ്പൊ ലാംഡ ഈക്വൽ ടു 3യും മ്യൂ നോട്ട് ഈക്വൽ ടു 10 ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ലാംഡ ഈക്വൽ ടു 3യും മ്യൂ നോട്ട് ഈക്വൽ ടു 10. ലാംഡ ഈക്വൽ ടു 3യും മ്യൂ നോട്ട് ഈക്വൽ ടു 10. സെക്കൻഡ് ഓപ്ഷൻ ലാംഡ ഈക്വൽ ടു 3യും മ്യൂ നോട്ട് ഈക്വൽ ടു 10 ആകുമ്പോൾ നമുക്ക് നോ സൊല്യൂഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അപ്പൊ റാങ്ക് ഓഫ് എ ബൈ ബി നോക്കിയാൽ മതി. റാങ്ക് ഓഫ് എ ബൈ ബി ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ വരണം. ആ കണ്ടീഷൻ ഇവിടെ എങ്ങനെ സാറ്റിസ്ഫൈഡ് ആക്കി എടുക്കാം എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും 0 ആയി പോയി കഴിഞ്ഞാൽ രണ്ടിന്റെയും കൂടെ റാങ്ക് 2 തന്നെ വരും. പക്ഷെ അത് ഈക്വൽ ആവാൻ പാടില്ല. നമുക്ക് നോ സൊല്യൂഷൻ ആണ് വേണ്ടത്. രണ്ടും ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ യുണീക് സൊല്യൂഷൻ കണ്ടീഷൻ ആയിട്ട് മാറും. അപ്പൊ അത് പാടില്ല. ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കിട്ടണം. ഒപ്പം എന്ത് വേണം? എ ബൈ ബി ഗ്രേറ്റർ ആവുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള കണ്ടീഷനാണ് സാറ്റിസ്ഫൈഡ് ആവുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് എം ഈക്വൽ ടു മെട്രിക്സ് 6 - x 4 3 - x 1 ഈസ് സിംഗുലർ മെട്രിക്സ് ഈസ്. ഓപ്ഷൻസ് -1 1 -2 2. ഇപ്പൊ തന്നിരിക്കുന്ന മെട്രിക്സ് എം എന്ന മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആകാനുള്ള കണ്ടീഷനാണ് ചോദിച്ചിരുന്നത്. അതിൽ സിംഗുലർ ആകണമെങ്കിൽ എക്സിന്റെ കണ്ടീഷൻ, എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. എം 6 - x 4 3 - x 1 ആണ്. ഇത് മെട്രിക്സ്, ഈ മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആവാനുള്ള കണ്ടീഷനാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന്റെ വില എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ ഫോർ എ മെട്രിക്സ് എം ടു ബി എ സിംഗുലർ മെട്രിക്സ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? അതിന്റെ മെട്രിക്സ്, ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താവണം? 0 ആവണം. ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ ആ മെട്രിക്സ് എന്ത് മെട്രിക്സ് ആണ്? സിംഗുലർ മെട്രിക്സ് ആണ് അല്ലെ. അപ്പൊ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ എഴുതിയാൽ മതി. അതായത് ഡിറ്റർമിനന്റ് 6 - x 4 3 - x 1. ഇതിന്റെ വാല്യൂ എന്തിനോട് ഇക്വേറ്റ് ചെയ്താൽ മതി? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ കാണാൻ നമുക്കറിയാം അല്ലെ. ഇതൊരു 2/2 ആണ്. അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 6 - x × 1 മൈനസ് 4 × 3 - x ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസറായി, എക്സിന്റെ വാല്യൂ കിട്ടിയ ആൻസറായി. ഇപ്പോൾ 6 - x മൈനസ് 4 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ
-12, ഇവിടെ -4 -x, അതായത് +4x = 0. ഇവിടെ -x ഉണ്ട്, +4x ഉണ്ട്, അതായത് 3x വരും. പിന്നെ ഇവിടെ 6 ഉണ്ട്, -12 ഉണ്ട്, ദാറ്റ് ഈസ് -6 = 0 വരും. അതായത് 3x = 6 വരും. x = 6/3 = 2. സോ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഈ മെട്രിക്സ് എന്തായിട്ട് കിട്ടും? ഒരു സിംഗുലർ മെട്രിക്സ് ആയിട്ട് കിട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ x = 2. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മൈനർ ഓഫ് ദ എലമെന്റ് 6 ആൻഡ് കോഫാക്ടർ ഓഫ് ദ എലമെന്റ് 6 ഇൻ ദ matrix 1, 2, 3, 4, 5, 6, 7, 8, 9 are respectively. Options are 6, 6, 6, -6, -6, -6, -6, -6. അപ്പം മൈനറും കോഫാക്ടറും കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് ഞാൻ ഇവിടെ എടുത്തെഴുതാം. സപ്പോസ് ഒരു പേര് കൊടുക്കാം, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിൽ 6 എന്നുള്ള നമ്പറിൻ്റെ കോഫാക്ടറും കാണണം, 6 എന്നുള്ള നമ്പറിൻ്റെ മൈനറും കാണണം അല്ലേ? 6 എന്ന നമ്പറിൻ്റെ കോഫാക്ടർ മൈനർ കാണാൻ എന്താ മാർഗം? 6 ഉൾപ്പെടുന്ന റോയും കോളം നമ്മൾ അവോയ്ഡ് ചെയ്യും. ബാക്കി കിട്ടുന്ന മൈനർ വാല്യൂ 1, 2, 7, 8 അതാണ് മൈനർ. മൈനർ എന്ന് പറഞ്ഞാൽ മൈനർ ഓഫ് 6 എന്ന് പറഞ്ഞത് എന്ത് വരും? മൈനർ ഓഫ് 6 എന്ന് പറഞ്ഞത് 1, 2, 7, 8 വരും. ഓക്കെ, 1, 2, 7, 8. അതായത് ഈ 6 ഉൾപ്പെടുന്ന റോയും കളയണം, കോളം കളയണം. ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ മൈനർ വാല്യൂ, ആ ചെറിയ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇത് എത്ര വരും? ക്രോസ് മൾട്ടിപ്ലൈ 1 × 8, 8 - 7 × 2, 14. 8 - 14 -6 വരും. അപ്പോൾ മൈനർ -6 എന്ന് കിട്ടി. ഇനി എന്ത് വേണം? കോഫാക്ടർ വേണം. കോഫാക്ടർ എന്ന് പറയുമ്പോൾ കോഫാക്ടർ ഓഫ് 6 എന്ന് പറഞ്ഞാൽ എന്താ? സെയിം രീതിയിൽ തന്നെ നമ്മൾ കാണുന്നത്. ഈ 6 ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. അപ്പം 6ൻ്റെ ആ പൊസിഷൻ വാല്യൂ നമുക്ക് കൊടുക്കേണ്ടി വരും. 6ൻ്റെ പൊസിഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരുന്നത്? A11 ഇത്, A12 ഇത്, A13. ഓക്കെ, മെട്രിക്സിൽ നമ്മൾ വാല്യൂസ് എഴുതണം ഇങ്ങനെ: A11, A12, A13. അടുത്തത് A21, A22, A23, A31, A32, A33. ഇങ്ങനെയല്ലേ പൊസിഷൻ കൊടുത്തെഴുതുന്നത്? പൊസിഷൻ വാല്യൂ കൊടുത്തെഴുതുന്നു. അപ്പോൾ 6 എന്നുള്ള എലമെന്റ് ഇവിടെ A23 എന്നുള്ള പൊസിഷനിൽ വരുന്നതാണ്. ഓക്കെ, A23, AIJ അറിയില്ലേ? അപ്പോൾ I+J ഇവിടെ നോക്കാം. I+Jയുടെ വാല്യൂ എത്രയാണ്? 3 + 2 5 ആണ് വന്നേക്കുന്നത്. അപ്പോൾ -1 raised to 5 into മൈനറിനാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ? അപ്പോൾ -1 raised to 5ൻ്റെ വാല്യൂ എത്ര വരും? കോഫാക്ടറാണ്. -1 raised to 5ൻ്റെ വാല്യൂ അതിന് ഈ മൈനർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കോഫാക്ടറാണ്. -1 raised to 5 എന്ന് പറയുമ്പോഴത്തേക്കും -1ൻ്റെ പവർ ഓടാണ് വന്നത്. ഓട് വരുമ്പോഴത്തേക്കും നെഗറ്റീവ് വാല്യൂ വരും. അപ്പം -1 raised to 5 into -6 അതിൻ്റെ വാല്യൂ എന്ത് വരും? -6 അതായത് +6 എന്ന് വരും. അപ്പം മൈനർ വാല്യൂ -6ഉം കോഫാക്ടർ വാല്യൂ +6 ആയിരിക്കും. അപ്പം ശരിക്കും രണ്ടും ഒരേ രീതി തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോഫാക്ടർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പൊസിഷൻ വാല്യൂ കൂടെ കൊടുക്കണം. പൊസിഷൻ വാല്യൂ കൊടുക്കുന്നത് ഏത് പ്ലേസിലാണ് അത് കിടക്കുന്നതെന്ന് നോക്കുക. അവിടുത്തെ ആ ith റോ jth കോളം അത് ഏത് കോളം അതാണെന്ന് നോക്കിയിട്ട് I+J വാല്യൂ എത്രയാണോ കിട്ടുന്നത് അത് -1ൻ്റെ പവറായിട്ട് എടുത്തിട്ട് നമുക്ക് കിട്ടിയ മൈനറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ -1 raised to 5 ആണ്. -1 raised to 5 എന്ന് പറയുമ്പോഴത്തേക്കും -1 വരുള്ളൂ അല്ലേ? 5 പ്രാവശ്യം -1 മൾട്ടിപ്ലൈ ചെയ്താൽ -1 വരിക. അപ്പോൾ -1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് +6 എന്ന് ആൻസർ എഴുതും കോഫാക്ടർ. അപ്പം നമ്മുടെ ഓപ്ഷൻ മൈനർ -6ഉം കോഫാക്ടർ +6ഉം ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരിക? -6 +6. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ
ഫ്രണ്ട്സിന്, സെറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാം. നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരമാകുന്നുണ്ടോ, എക്സാമിന് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.